നമ്മളുടെ രാജ്യത്ത് ഇപ്പോഴും പല ഭാഗങ്ങളും പാകിസ്ഥാൻ എന്നും ബംഗ്ലാദേശ് എന്നും ഉള്ള പേരുകളിലോ ഇല്ലെങ്കിൽ ആ പേരുകൾ കൂട്ടിച്ചേർക്കപ്പെട്ട പേരുകളിലോ ഒക്കെയാണ് അറിയപ്പെടുന്നത്. ഛോട്ട പാകിസ്ഥാൻ എന്നും പാക് ബസാർ എന്നും ബംഗ്ലാദേശ് കോളനി എന്നുമൊക്കെ നാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കുമ്പോൾ കേൾക്കാറുണ്ട്. ഇനി അതൊന്നും വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി പരിഗണിച്ചത് മറ്റൊരു കേസാണ്. ബാംഗ്ലൂരിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ പാകിസ്ഥാൻ പൗരന്മാരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം. അതിനുശേഷം അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. ആ പരാമർശത്തെ ചൊല്ലിയുള്ള ആ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ ഒരു പ്രദേശത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കാൻ ആർക്കും അധികാരമില്ല, പാകിസ്ഥാൻ എന്ന് വിളിക്കാൻ കഴിയുകയുമില്ല. കാരണം അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരെ നിൽക്കുന്നതായി കണക്കാക്കേണ്ടി വരും. ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാനെ ജയ് വിളിക്കുന്നവരെയും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവരെയും ഒക്കെ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും ചിലരൊക്കെ UAPA പ്രകാരം അകത്താകുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലും ഇതുതന്നെയാണ്. ഇത് ഇന്ത്യയാണ്. ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിൻ്റെ പേര്, അതായത് സ്ഥലത്തിനായാലോ ഇല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ തന്നെ അഖണ്ഡതയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നതായി കാണാൻ കഴിയൂ എന്ന് DY ചന്ദ്രചൂഡ് ഉറപ്പിച്ച് പറയുന്നു. ഏതായാലും ഒരു ജസ്റ്റിസിൻ്റെ പരാമർശത്തെ തുടർന്നുണ്ടായതാണെങ്കിൽ പോലും ഈ രാജ്യത്തെ എല്ലാവർക്കും ബാധകമായ ഒന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് UPയിലടക്കം ചില റാലികളിലും മറ്റുമൊക്കെ പാകിസ്ഥാൻ സിന്ദാബാദ്, പാകിസ്ഥാൻ ജയ് എന്നൊക്കെ വിളിക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്തിനാണ്? അവരൊരു മുദ്രാവാക്യമല്ലേ വിളിച്ചുള്ളൂ എന്ന് ചോദിക്കുന്നവർക്ക് വ്യക്തമായ ഉത്തരമാണിത്. ഇന്ത്യയിൽ ഒരിടത്തും പാകിസ്ഥാൻ്റെ പേരിൽ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് ഒരു പ്രദേശത്തെയും വിളിക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ പാകിസ്ഥാനെ ജയ് വിളിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് കോട്ടം വരുത്തുന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ഏതായാലും ബാംഗ്ലൂർ അത്തരത്തിലൊരു പരാമർശം നടത്തിയ ജസ്റ്റിസ് മാപ്പ് പറയുകയുണ്ടായി. മിസ്റ്റർ ന്യൂസിൻ്റെ മലയാളം.